ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ശരിക്കും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ, ക്ലാസ് എടുക്കുന്നതും അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചതിന് മെയിനായിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്തുള്ള എൻ്റെ കുറേ ഡൗട്ട്സൊക്കെയാണ്. അപ്പം ഇനി സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുന്നവരായിട്ടുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ പറയാൻ വിചാരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത് 2024 PSC പഠിക്കാൻ ആരംഭിച്ച ഒരാളാണ്. 2024 ജൂണിലായിരുന്നു കേട്ടോ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ കറക്റ്റ് 2 വർഷമായി, 2026 ജൂൺ ആയല്ലോ. അങ്ങനെ കൃത്യം 2 വർഷം തികയുമ്പം എനിക്ക് മൊത്തത്തിൽ 3 റാങ്ക് ലിസ്റ്റിൽ വരാനാണ് സാധിച്ചത്. ഒന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിൽ 106ാമത്തെ റാങ്കും, ലാബ് അസിസ്റ്റൻറ്റിൽ 11ാമത്തെ റാങ്കും, അതുപോലെ BFOൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ ലിസ്റ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് അതിലിപ്പം നിലവിലില്ല. അങ്ങനെ മൊത്തം ഇപ്പോൾ നിലവിലുള്ളതിൽ 2 റാങ്ക് ലിസ്റ്റുകളിലാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സെൽഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട്. ആ മിസ്റ്റേക്സൊക്കെ തന്നെയാണ് എനിക്ക് പഠിക്കാനുള്ള ഓരോ വഴികൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് അറ്റ്ലീസ്റ്റ് എനിക്കുണ്ടായ മിസ്റ്റേക്സൊക്കെ മാറ്റിയാൽ തന്നെ കുറച്ചും കൂടി എന്നേക്കാളും കുറച്ചുകൂടി മുന്നേ ഇനി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ആസ്പിരൻസിന് കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് മുന്നോട്ടെത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ സാഹചര്യം ആവില്ല കേട്ടോ നിങ്ങൾക്കുണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ വേറെ ആൾക്കാരില്ലെങ്കിൽ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, അതായത് എൻ്റെ പഠനം ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തരത്തിലോ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫാക്ടേഴ്സും നിലവിലില്ല. എന്തോ ദൈവഭാഗ്യം കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പഠിക്കുന്നതിൽ ലിമിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരുടെയും സാഹചര്യം അങ്ങനെ ആണെന്നില്ല. ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സാഹചര്യം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഓരോ രീതികളുണ്ടാവും. അപ്പോൾ ആ രീതികൾ ആണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം. അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ എനിക്ക് ശരിയാണ്, എനിക്ക് അത് വർക്കൗട്ടായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ PSC പഠനം 2024 ആരംഭിക്കുന്നുള്ളൂ എങ്കിൽ കൂടിയും ഏകദേശം 2020 എനിക്ക് PSC പഠിക്കണം എന്നുള്ളൊരാഗ്രഹം സത്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമാട്ടോ അത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു PSC അങ്ങനെ ഫസ്റ്റ് എനിക്ക് അങ്ങനെ ചിന്തയൊന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ കോവിഡ് ടൈമിൽ എനിക്ക് നമ്മളുടെ ഇവിടുത്തെ ചുറ്റുമുള്ള സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു PSC പഠിച്ച് ഒരു സർക്കാർ ജോലിയിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും ലൈഫ് എന്നൊരു തോന്നൽ. കാരണം നമുക്കറിയാം ആ സമയത്ത് എന്നെപ്പോലുള്ള സാധാരണക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ സർക്കാർ ജോലിയുള്ള ആളുകളൊക്കെ അത്യാവശ്യം ഫാമിലി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നേരിട്ട് ഈ ഒരു ഇത് കാണുന്ന സമയത്ത്, ഒരു ഡിഫറൻസ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നില്ല കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്കൊരു ലൈഫ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞു, എൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ആ ജോലിയല്ല എനിക്ക് വേണ്ടത് എന്നുള്ളൊരു ഉള്ളിലൊരു ആരോ പറയുന്ന പോലെ. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ അത് വേണ്ട, തൽക്കാലം നിർത്താം, PSCക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചതല്ലേ, ഇനിയിപ്പം ഇപ്പം എനിക്ക് സാഹചര്യം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പഠിച്ചാൽ തുടങ്ങിയാൽ എന്താ എന്നൊരു ചിന്ത ഉണ്ടായി. അങ്ങനെ ഞാൻ എല്ലാം വേണ്ട വെച്ചിട്ട് ഇപ്പോൾ ജോലിയൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് ഫുള്ളി ജോലി ഉപേക്ഷിച്ചു. ആ സമയത്ത് LD ആയിരുന്നു ഉണ്ടായിരുന്നത്. 2024 ഒക്ടോബറിലുണ്ടായിരുന്ന ഒരു LDൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ജൂണിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, ഏകദേശം 3-3.5 മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ
ആ സമയപരിധിക്കുള്ളിൽ മാക്സിമം പോർഷൻസ് കവർ ചെയ്തിട്ട് എനിക്ക് ആ ജോലി കിട്ടണം എന്നുള്ളൊരു വളരെയേറെ വാശിയൊക്കെ കൊണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പേരോടൊന്നും ഞാനിങ്ങനെ പഠിക്കാൻ തുടങ്ങിയ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. മെയിൻലി ഞാനൊരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ ആൾക്കാരെ അറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എന്ന് കാണുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ നമ്മൾ പോകാതിരിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ നമ്മൾ പോകുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ വളരെ ചുരുക്കം ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള കുറച്ച് പേർക്കും പിന്നെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെ ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ജോലി ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം അറിയുള്ളായിരുന്നു. മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ പലർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും. എന്തിനാണ് ആ ജോലി ഉപേക്ഷിച്ചത്, നമ്മളങ്ങനെ പല ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലാവില്ല. ചിലപ്പോൾ ഇൻ കേസ് നമ്മളിതിൽ നമ്മൾ ഈ എടുത്തൊരു ഡിസിഷൻ ശരിയല്ലെങ്കിൽ നമ്മൾ കുറേ പേരെടുത്ത് ഇങ്ങനെ വെറുതെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിൽ നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടുതൽ പേരോട് പറയുന്നില്ല. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ കുഴപ്പമില്ല. പക്ഷേ എങ്ങാനും ഇത് സക്സസ് അല്ലെങ്കിൽ നമുക്കത് പറയാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ പഠനം ആരംഭിച്ച് ഭയങ്കര പഠനം, ഫുള്ള് ഏത് സമയം ക്ലാസ് കാണുന്നു, വീഡിയോ കേൾക്കുന്നു, വീഡിയോ കാണുന്നു, ഓഡിയോ കേൾക്കുന്നു, PDF ഒക്കെ വായിക്കുന്നു, നോട്ട്സ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഭയങ്കര പഠനം. ആ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ റാങ്ക് ഫയലാണോ ഫോളോ ചെയ്യേണ്ടത്, ബുക്സാണോ ഫോളോ ചെയ്യേണ്ടത്, എൻ്റെ രീതികളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. എനിക്കറിയില്ല എൻ്റെ രീതി എത്ര പേർക്ക് അത് അക്സെപ്റ്റബിൾ ആവുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പഠിച്ച രീതികളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ കുറച്ച് പേരെടുത്തൊക്കെ എൻ്റെ കുറച്ച് പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ PSC എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം അവർ പഠിക്കുന്ന രീതിയും ഞാൻ പഠിക്കുന്ന രീതിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ പഠിക്കുന്ന രീതിയെ കുറിച്ച് പറഞ്ഞുതരാം. അത് പലർക്കും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒക്ടോബർ ആയപ്പോൾ എൻ്റെ എക്സാമായി. അങ്ങനെ ഏറെ കാത്തിരുന്ന് ഞാൻ എൻ്റെ എക്സാമിന് പോയി. എക്സാം എഴുതി കഴിഞ്ഞപ്പോഴൊന്നും എനിക്ക് വലിയൊരു പ്രശ്നം തോന്നിയില്ല. അങ്ങനെ എക്സാം എഴുതി ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, എങ്ങാനും ചിലപ്പോൾ കയറുമായിരിക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ആയി. പക്ഷേ ഉള്ളിൽ എവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ, കിട്ടും എന്നൊരു തോന്നൽ. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് റിസൾട്ട് ഈ മെസ്സേജ് വരുന്നൊരു ടൈമായല്ലോ. അങ്ങനെ ആ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഏറെ കാത്തിരുന്നിട്ടും എൻ്റെ ഫോണിലേക്ക് മാത്രം മെസ്സേജ് വന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചൊരു മാർക്ക് ഉണ്ട് കേട്ടോ. ആ മാർക്കിനേക്കാട്ടിലും ആ മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ശരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്ക് ആ മാർക്കാണല്ലോ ഇപ്പോൾ ശരിക്കുള്ളതിനേക്കാളും 2 മാർക്ക് എനിക്ക് അധികമായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായത് അത് സത്യത്തിൽ OMRൽ ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മാർക്ക് ചെയ്തപ്പോഴും എനിക്ക് ഏകദേശം ആ മാർക്ക് തന്നെ ഉള്ളത്. പക്ഷേ OMRൽ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ എന്തോ മാറിപ്പോയത് കൊണ്ടായിരിക്കാം എനിക്ക് 2 മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 മാർക്ക് കുറഞ്ഞുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിച്ചില്ല. അതെനിക്ക് വല്ലാത്തൊരു ട്രോമയായി. എനിക്ക് അത് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ അത്രയും പഠിച്ചിട്ട് പോലും ഞാൻ അതിനെ കിട്ടിയിട്ടില്ല. ഇനി ഞാൻ എങ്ങനെ പഠിച്ചാലാണ് കിട്ടുക, അത്രയും ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കൊടുക്കാനില്ല. അപ്പോൾ ഇനി എങ്ങനെ കിട്ടും എന്നുള്ളതായി എൻ്റെ ചോദ്യം. പക്ഷേ എന്നാലും വേറൊരു കാര്യമുണ്ട്, ഞാൻ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. തീരെ നോക്കാൻ സമയം കിട്ടിയിട്ടും വരില്ല. 3.5 മാസമല്ലേ, ഈ 3.5 മാസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഇല്ലേ. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് പല പോർഷൻസ് വിടേണ്ടി വരും. അങ്ങനെ എനിക്ക് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആ ഒരു ഭാഗം വിടേണ്ടി വന്നു. പിന്നെ ഇംഗ്ലീഷിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് ഏരിയാസ് ഞാൻ തീരെ നോക്കാത്തതായിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പഠിക്കാത്തതും ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ളി വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നീ പഠിക്കേണ്ട എന്നൊക്കെ ഒരു തോന്നലായി. നമുക്ക് ഇങ്ങനെ നമ്മളത്രയും ആഗ്രഹിച്ചൊരു സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഡിമോട്ടിവേഷൻ ആവുമല്ലോ ഉണ്ടാവുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചുറ്റുമുള്ള വളരെ കുറച്ച് പേരോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അവരൊക്കെ നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറച്ച് പേരായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഒരു എന്തായാലും ഇനി പഠിച്ചേ പറ്റുള്ളൂ, എന്തായാലും ഇവിടെ വരുത്തിയില്ല, ഇനി എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഫുൾ അങ്ങനെ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള എന്നെക്കാട്ടിലും അവർക്കായി ആവേശം. അപ്പം അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇനി വരുന്ന എക്സാംസ് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഇന്നൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയല്ല ഇനി ഏത് എക്സാം വന്നാലും എഴുതാം എന്നുള്ളൊരു മൈൻഡിലായി. അങ്ങനെ കുറച്ച് പഠിച്ച് നേരത്തേക്കാളും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി. ഞാൻ പഠിക്കാതിരുന്ന കുറച്ച് പോർഷൻസൊക്കെ ഉണ്ടല്ലോ, ആ പോർഷൻസൊക്കെ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വന്ന എക്സാമാണ് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് എനിക്ക് ഏകദേശം 70+ ഇങ്ങനെ മാർക്കുണ്ട്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 72+ എന്തോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാർക്കിൽ എനിക്ക് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എഴുതി റാങ്ക് വന്നു. എനിക്ക് 11ാമത്തെ റാങ്കായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് തന്നെയാണ്.
പിന്നെ അതിന് ശേഷമായിരുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിൻ്റെ എക്സാം. അതും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ഈ 2 എക്സാമിന് പിന്നെ PSC നമ്മൾ അന്ന് LDക്ക് വേണ്ടി പഠിച്ച ആ ഒരു ഇത് എന്താ പറയുക ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ ഫോക്കസ് ചെയ്യാൻ എനിക്ക് തന്നെ പേടി ചെയ്ത് തുടങ്ങി. കാരണം എങ്ങാനും അത് കിട്ടിയിട്ടില്ലെങ്കിലുള്ള ആ ഒരു ട്രോമ എനിക്ക് ലൈക്ക് അത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് ഓവറായിട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായി. പിന്നെ അങ്ങനെ പഠിച്ച 2 എക്സാമും എനിക്ക് കിട്ടി. ASMന് 106ാമത്തെ റാങ്കായിരുന്നു. അങ്ങനെ അതും കുഴപ്പമൊന്നുമില്ല, നല്ല കുഴപ്പമില്ലാത്ത റാങ്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ജേണി. പിന്നെ BFOൻ്റെ റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. BFOൻ്റെ സത്യത്തിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്തില്ല. എക്സാം കഴിഞ്ഞ് വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫിസിക്കലിൽ നോക്കിയിട്ടുള്ള ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിങ്ങനെ മെസ്സേജ് ആയിട്ട് വന്നപ്പോഴാണ് ഓക്കെ ഞാനിങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ അറിയണത്. അപ്പോൾ ഞാൻ തീരെ ഒട്ടും ബോധറിയാത്ത ഒരു ലിസ്റ്റായിരുന്നു കേട്ടോ അത്. ഞാൻ ഫിസിക്കൽ നോക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ എക്സാം എഴുതിയതാണ്. പിന്നെ അതിൽ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഞാൻ BFOൻ്റെ ഫിസിക്കലിന് വേണ്ടിയിട്ട് തീരെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇങ്ങനെ നമുക്ക് മെസ്സേജ് വന്നപ്പോഴാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഫിസിക്കലിനെ പ്രിപ്പയർ ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ എക്സാമിന് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അത് കാരണം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും സാധിച്ചില്ല. അതാണ് ഇപ്പോൾ നിലവിലത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും എക്സാംസ് എഴുതുന്നുണ്ട്, ഇനിയും ഒരുപാട് എക്സാംസ് ഉണ്ട്, അതൊക്കെ എഴുതണം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ യൂട്യൂബ് ചാനലോട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ അബദ്ധങ്ങളും ഞാൻ കാണിച്ച അബദ്ധങ്ങൾ പറയാം. ഒരു ആസ്പിരൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളാകുമ്പോൾ നമുക്ക് പലതരം ചിന്തകളുണ്ടാവും, എങ്ങനെ പഠിച്ചാലും ശരിയാവും, അങ്ങനെ പലതരം സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ അന്ന് എൻ്റെ മെത്തേഡ്സൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഏകദേശം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷം എടുത്തു. ഞാൻ ഫസ്റ്റത്തെ എക്സാം എഴുതുന്ന 2025 ജൂണിലായിരുന്നു. അത് ലാബ് അസിസ്റ്റൻറ്റിന് എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരുന്ന എക്സാം എഴുതുന്ന 2025 ജൂണിലാണ്. അപ്പം ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു വർഷം ആയപ്പോഴാണ് എനിക്ക് ആ എക്സാം വന്നത്. അപ്പോൾ ചിലപ്പോൾ എന്നെക്കാളും മുൻപ് റാങ്ക് ലിസ്റ്റിൽ വന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ അച്ചീവ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 6 മാസം കൊണ്ടൊക്കെ അവർ ആഗ്രഹിച്ച ഏറ്റവും നല്ലൊരു എക്സാമിനെ ക്രാക്ക് ചെയ്ത് നല്ലൊരു ലിസ്റ്റിലെത്തി പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ അവരെ വെച്ചിട്ടൊന്നും എന്നെ കമ്പയർ ചെയ്യാനൊന്നല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ എനിക്കറിയാം എൻ്റെ സാഹചര്യം എന്താണ്, ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്, എൻ്റെ മെൻ്റൽ സ്ട്രെസ്സും എൻ്റെ അവസ്ഥയും എൻ്റെ കണ്ടീഷൻസൊക്കെ എനിക്ക് മാത്രം അറിയാം. അപ്പം ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനെന്ത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ചിലപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് പലതായിരിക്കും അഭിപ്രായം. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ നോക്കേണ്ടതായിട്ടില്ല. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് പല ഡൗട്ട് ഉണ്ടാവും. ഞാൻ ആ സിറ്റുവേഷനിലൂടെ കടന്നു വന്നുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം എന്തൊക്കെയായിരിക്കും ഡൗട്ട് ഉണ്ടാവുക, എന്തൊക്കെ ടെൻഷൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള. അപ്പോൾ ഇനിയിപ്പോൾ പ്രിലിംസ് വരികയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തൊക്കെയാണ് പഠിക്കേണ്ട അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഇവിടെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ഓരോ റാങ്ക് ലിസ്റ്റിൽ വന്ന് സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോയിട്ടാണെങ്കിലൊക്കെ പലർക്കും പല ഐഡിയാസ് ഉണ്ടാവും ഇതിങ്ങനെ കിട്ടിയെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോറി പറയുന്ന പോലെ തന്നെ പലർക്കും പലതും പറയാനുണ്ടാവും. അപ്പോൾ ഓരോരുത്തർ അവർക്ക് കിട്ടിയ രീതി അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഇതിൽ സ്പെസിഫിക് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. സ്പെസിഫിക്കായിട്ട് ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഥയിൽ തന്നെ പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.